ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർക്കായി സ്റ്റേജിലും ഓഡിയൻസിനിടയിലും ഇരിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവത്തിന് മഹത്വം കരയിച്ചു. വിവിധ സഭകളെ പ്രതികരിച്ചും ഈ ഖത്തർ IBC റീജിയനിലുള്ള വിവിധ സഭകളുടെ പാസ്റ്റർമാർ, ഇന്ത്യയിൽ നിന്നും വിസിറ്റിങ്ങിൽ വന്ന ദൈവഭൃത്യന്മാർ എല്ലാവർക്കും വന്ദനം അറിയും. ഞാൻ പണ്ടൊക്കെ കേട്ടിരുന്ന ഗൾഫിലുള്ള ആരാധന തീപ്പൊരി ആരാധനയാണ്. കഴിഞ്ഞ രാത്രി ശുശ്രൂഷിച്ച എൻ്റെ പാസ്റ്ററും ക്രിസ്തുധന്യനായ പാസ്റ്റർ വിജയ തോമസ് അവരോട് പറഞ്ഞു, പാട്ട് പാടുമ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊരു സ്തോത്രമൊക്കെ വേണം. വളരെ കംഫർട്ടബിളായി AC നല്ല ആയതുകൊണ്ടാണോ എന്തോ, I believe people are more comfortable sitting in God's presence. അത് നല്ല കാര്യമാണ്. എന്നാലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവമഹത്വം കൊടുക്കുന്ന മീറ്റിംഗ് ആയി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ വേദവചന ധ്യാനത്തിനായി നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തുറക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അതിന്റെ 17-ാം വാക്യവും 20-ാം വാക്യവും ആദ്യമായി വായിക്കും. വരിക എന്ന ആത്മാവും, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. മണവാട്ടിയും പറയുന്നു. The bride and the spirit says come. 22-ാം വാക്യം, 20-ാം വാക്യം, സോറി. ഇത് സാക്ഷീകരിക്കുന്നവൻ, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ, വരേണമേ. The one who testifies says, behold, I come quickly. I am coming soon. Amen. Yes, Lord Jesus, come. ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലെ അവസാന വാക്കുകളാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ലോകരക്ഷകനായി വന്ന് പാപികളുടെ പാപത്തിന് പ്രായശ്ചിത്തമായി ക്രൂശിൽ മരിച്ച് പാപത്തിൽ ജീവിച്ചിരുന്ന, പാപത്തിൽ മരിച്ചിരുന്ന മനുഷ്യരെ നിത്യതയിൽ എത്തിക്കുവാൻ, നിത്യ ജീവൻ കൊടുക്കുവാനായി യേശു ഈ ലോകത്തിൽ വന്നു. പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു, യേശു വരുന്നു. The prophets said Jesus will come. യേശു വരുമെന്ന് പ്രവാചകന്മാർ അരുളി ചെയ്തു. സുവിശേഷകന്മാർ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പറഞ്ഞു, ജീസസ് ഹാസ് കം. യേശു വന്നുവെന്ന് സുവിശേഷകന്മാർ പറഞ്ഞു. അപ്പോസ്തലരുടെ പ്രവൃത്തി മുതൽ നിത്യയുടെ വെളിപ്പാട് ലഭിച്ച യോഹന്നാൻ വരെ, വെളിപ്പാട് പുസ്തകത്തിൽ വരെ നാം വായിക്കുന്നു, ജീസസ് വിൽ കം അഗൈൻ. യേശു വീണ്ടും വരുമെന്ന് അപ്പോസ്തലരുടെ പ്രവൃത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവിന്റെ മേശയെ കുറിച്ച് 7 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്നാനത്തെ കുറിച്ച് 19 വാക്യങ്ങൾ കാണുവാൻ കഴിയും. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് 40 വാക്യങ്ങൾ കാണുവാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഏകദേശം 568 വാക്യങ്ങൾ പുതിയ പഴയ നിയമങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ 30 വാക്യങ്ങളിലും യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓർഡറിൽ അടുക്കിനല്ല, ആകെയുള്ള വാക്യങ്ങൾ എടുത്ത് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ വാക്യങ്ങളും യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. പുതിയ നിയമത്തിൽ 216 അധ്യായങ്ങളിലും ഏകദേശം 318 പ്രാവശ്യം യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ 23 പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു.
യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന്. പ്രവാചകന്മാർ പറഞ്ഞു, യേശു മടങ്ങി വരുമെന്ന്. ശിഷ്യന്മാർ പറഞ്ഞു, യേശു മടങ്ങി വരുമെന്ന്. അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചു, യേശു മടങ്ങി വരുമെന്ന്. ദൂതന്മാർ വിളംബരം ചെയ്യുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനു നോക്കി നിൽക്കുന്നു ആകാശത്തിലേക്ക്? Why you are gazing, O men of Galilee? The Jesus who is taken from you will come back the same manner. He is caught up into heaven. സ്വർഗത്തിലേക്ക് പോയ യേശു എങ്ങനെ പോയോ അതുപോലെ യേശു മടങ്ങി വരും. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ യേശു മടങ്ങി വരാറായി? ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ രാത്രി ഒരു മഹത്വം എടുക്കാം. യേശു ക്രിസ്തു വരാറായി. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു മടങ്ങി വരും. സൂര്യന് പ്രകാശമുണ്ട്. സാന്റോർജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ പ്രകാശം തരും. തീയിൽ തൊട്ടാൽ കൈകൊള്ളും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നുള്ളത്. 2000-ലധികം വർഷങ്ങളായി പീഡയിലും കഷ്ടങ്ങളും പോയ ദൈവമക്കളുടെ ഏക പ്രത്യാശയാണ് യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത്. ലോകം പറവാൻ ആഗ്രഹിക്കാത്തതും പിശാചി ദൈവമക്കളുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോകുന്നതുമായ വിഷയമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെന്നുള്ളത്. ഈ രാത്രിയിൽ കൂടി വന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു മടങ്ങി വരും. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു മടങ്ങി വരും. എന്നാൽ ഈ രാത്രിയിലെ ചോദ്യം, യേശു മടങ്ങി വരുമ്പോൾ ഞാൻ പോകുമോ? ഈ രാത്രി നമ്മെ ഒന്ന് ഒരുക്കുന്ന രാത്രിയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവനങ്ങൾ ഒരുക്കുന്ന രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭാ നേതാക്കന്മാരും സഭാ പിതാക്കന്മാരൊക്കെ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം, സ്വർഗം, നരകം, അന്ത്യന്യായവിധി ഈ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, യാക്കോബ്, യൂദ, യോഹന്നാൻ, ഈ അപ്പോസ്തലന്മാരെല്ലാം തങ്ങളുടെ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അന്ധകാര യുഗത്തിൽ സഭയും ലോകവും രാഷ്ട്രവും കൈകൊടുത്ത് ദൈവമക്കളുടെ ശ്രദ്ധയെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയി. സഭയ്ക്കുള്ളിലേക്ക് രാഷ്ട്രീയം പ്രവേശിക്കുവാൻ തുടങ്ങി. ഇക്കാലത്തും ഇത് തന്നെയാണ്. സഭാ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരായി മാറി. വിശുദ്ധിയുടെയും വേർപാടിന്റെയും വരമ്പിനെ പൊളിച്ച് ലോകത്തെ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ സഭാ നേതാക്കന്മാർ അനുവാദം കൊടുത്തു. സമ്മിശ്ര ജാതിയായി വിശുദ്ധി നഷ്ടപ്പെട്ടു, വേർപാട് നഷ്ടപ്പെട്ട ജനം സഭയുടെ സഭാ നേതാക്കന്മാർ ലോകത്തെയും രാഷ്ട്രത്തെയും സ്നേഹിക്കുവാൻ തുടങ്ങി. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി അന്നുണ്ടായ ഉണർവും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും ജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ശക്തമായതോടെ വിശുദ്ധിയിലേക്ക് ജനത്തെ നയിക്കുവാൻ ഈ പ്രസംഗങ്ങൾ കാരണമായി മാറി. സാത്താൻ ഒരു കാര്യം മനസ്സിലായി. തന്റെ രാജ്യത്തിന് ഇളക്കം സംഭവിക്കുമെന്ന് സാത്താൻ മനസ്സിലായി. വീണ്ടും ശക്തിയോടുകൂടെ പിശാച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. സഭാ നേതാക്കന്മാരെ തന്നെ തന്റെ കയ്യിലെ ആയുധങ്ങളാക്കി മാറ്റി പിശാച് ശക്തിയോടുകൂടെ വീണ്ടും ദൈവസഭയ്ക്കെതിരായി യേശുവിന്റെ മടങ്ങി വരവിനോട് ഒരുങ്ങിയിരിക്കുന്ന ജനത്തെ അതിൽ നിന്ന് മാറ്റുവാനായി ശ്രമിച്ചു. പണസമ്പാദനത്തിനു വേണ്ടി മാമോൻ സേവകന്മാരായി സഭാ നേതാക്കന്മാർ മാറി. പണസമ്പാദനത്തിനുള്ള മാർഗമായി സുവിശേഷ വേല ആ കാലങ്ങളിൽ മാറുവാൻ തുടങ്ങി. നവീന ഉപദേശങ്ങൾ, പാപശാന്തിക്ക് പകരം രോഗശാന്തി, ഭൂതശാന്തി, ആത്മീയ അനുഗ്രഹങ്ങൾക്ക് പകരം ഭൗതിക നന്മകളും ഒക്കെ അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തമായ സാമ്രാജ്യം കെട്ടുപണിയുവാൻ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ട്
വിശുദ്ധിയുടെ മാർഗം കാണിച്ചു കൊടുക്കാതെ, യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കാതെ സ്വന്തമായ സാമ്രാജ്യങ്ങൾ കെട്ടുപണിയുവാൻ സഭാ നേതൃത്വം ആ കാലങ്ങളിൽ തയ്യാറായി. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സഭയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഉണർവിന്റെ കാറ്റുകൾ അടിക്കുവാൻ തുടങ്ങി. യഥാർത്ഥമായ പ്രസംഗങ്ങളും വേർപാടിന്റെ വിശുദ്ധിയുടെയും പ്രസംഗങ്ങൾ പ്രഘോഷിക്കുവാൻ തുടങ്ങി. വീണ്ടും ദൈവ ജനങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തുടങ്ങി. നമുക്കറിയാം ഈ കാലയളവിൽ ഇത് തന്നെ നടക്കും. സുവിശേഷ വേല പണസമ്പാദനം. നടന്നു വരുന്നവന് സൈക്കിളെ പോകാം, സൈക്കിളും കൊണ്ടുവരുന്നവന് സ്കൂട്ടറെ പോകാം, സ്കൂട്ടറെ വരുന്നവന് കാറെ പോകാം, കാറ് കൊണ്ടുവരുന്നവന് കൂടിയ ലക്ഷറി വണ്ടിയെ പോകാം, അതിൻ്റെ പ്ലെയിനെ പോകാം. ഹൃദയമേശുവിനോട് കൈവക്ക്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പാട്ട് കേട്ടു. പാടാൻ ഇന്ന് സമയമില്ല. ഒരു സുവിശേഷം പാടാം. കണ്ടേ വിട്ടേ ചേച്ചിയുടെ അസുഖം വിട്ടേ. നിങ്ങൾ പോയി യൂട്യൂബിൽ അടിച്ചാൽ മതി, പേര് ഞാൻ പറയുന്നില്ല. Go home and Google or go to YouTube. പൊട്ടിട്ട ചേച്ചിയുടെ തൊട്ടേ യേശു തൊട്ടേ. I'm not joking. It is something in the YouTube. ഇതൊക്കെയാണ് ഇപ്പോൾ സുവിശേഷം. കർത്താവ് വരുമെന്നൊരു തോന്നൊന്നും ആക്കില്ല. കൃപയുടെ സുവിശേഷം. ആർക്കും എന്തും ചെയ്യാം. പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താം, അഡൽട്ട് നടത്താം, പൊർണോഗ്രഫി നടത്താം, എല്ലാം കൃപയ്ക്കകത്താൽ ഏത് വൃത്തികേടും കാണിച്ചാലും ഒരു കുഴപ്പവുമില്ല. ജനത്തെ വഴിതെറ്റിച്ച് വിശുദ്ധിയിൽ നിന്നും ജനത്തെ അകറ്റിക്കൊണ്ടുപോകുവാൻ സാത്താൻ ഈ തലമുറയിലും നവീനോപദേശം കൊണ്ടുവന്ന് ജനത്തെ വഞ്ചിക്കുന്ന നേതൃത്വം. എന്നാൽ ഈ രാത്രി ഒരു കാര്യം ഓർക്കാം. യേശു ക്രിസ്തു മടങ്ങി വരുന്നത് സഭയെ ചേർക്കുവാൻ. ശുദ്ധയും ശുഭ്രവുമായ, പ്യുവറായ, അൺഡിഫൈൽഡായ, അൺബ്ലെമിഷായ, അൺസ്പോട്ടഡായ സഭയെ ചേർക്കുവാൻ യേശു വരുന്നു. ഈ രാത്രി നമുക്കൊന്ന് ഒരുക്കത്തിന്റെ രാത്രിയായി മാറട്ടെ. ഉപരി വിപ്ലവത്തിന്റെ പ്രസംഗം കേട്ട് വേറെ ഒരു പോയിന്റിൽ പോയി ഇറങ്ങിപ്പോകുമ്പോൾ എന്താണെന്ന് കേൾക്കാതെ പോകുന്നാൽ ഈ രാത്രിയിൽ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ വേഗം വരട്ടെ. ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർ, ക്രിസ്ത്യാനികൾ കൊലക്കളത്തിലേക്ക് പോകുന്നവരും ക്രൂര മൃഗങ്ങൾക്ക് മുമ്പിൽ എറിയപ്പെടുന്നവരും പറയുന്ന രണ്ട് അരാമ്യ വാക്കുകൾ ഉണ്ടായിരുന്നു. അനാഥമാ മാറാനാഥ. 1 Corinthians 16:22 വാക്യമാണത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ, മൂലഭാഷയിൽ തള്ളിപ്പറയുന്നവൻ, ശപിക്കപ്പെട്ടവൻ. Those who does not love Jesus or who forsake Jesus is a cursed one. ശപിക്കപ്പെട്ടവൻ, അനാഥമ. മാറാനാഥ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. ക്രൂരമൃഗത്തിന്റെ മുമ്പിൽ അവൻ പോകുമ്പോഴും, സിംഹം നേരെ ചാടി വീഴുമ്പോഴും കൈയുയർത്തി പറയുന്ന വാക്കാണ് മാറാനാഥ. അതിനർത്ഥം ഇതാണ്: ഈ സിംഹമേ, എനിക്ക് മുമ്പേ ചാടി വരുന്ന സിംഹമേ. Would you please give some more sound? When we preach, if you cut down the volume, then we have to take more energy. Please don't touch it, just leave it there. Thank you. അവരെ കൈയോർത്തി പറയുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു: മാറാനാഥ, ഞങ്ങളെ വിഴുങ്ങുവാൻ വരുന്ന സിംഹമേ, കാളകളെ, തീയെ, ആരായിരുന്നാലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഈ സിംഹം ഞങ്ങളെ കീറി മുറിച്ചാലും ഞങ്ങളുടെ ജീവൻ ഇവിടെ തീർന്നാലും യേശുദാ മടങ്ങി വരുന്നു. മാറാനാഥ. ഈ രാത്രിയിലും പീഡനങ്ങളും വേദനകളും ഭാരങ്ങളും കൂടെ പോകുന്ന സ്നേഹിത, യേശു നിന്റെ വേദനയെ മാറ്റുവാൻ, നിന്നെ നല്ല രാജ്യത്താക്കുവാൻ ഇതാ മടങ്ങി വരുന്നു. ഒരുക്കം ഈ രാത്രിയിലുണ്ടോ? ഈ രാത്രി ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാനും എന്റെ കർത്താവിനോടുകൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നമുക്കത് ആചരിക്കാം. മാറാനാഥ, അനാഥമ. അവർ ഈ ഭാഷാന്തരം കൂടാതെ, ട്രാൻസ്ലേഷൻ കൂടാതെ പറയുന്ന വാക്കുകളായിരുന്നു ഈ അനാഥമയും മാറാനാഥ എന്ന് പറയുന്ന വാക്കുകൾ. ഈ വാഴ്ച വേദഭാഗം നാം നോക്കുമ്പോൾ ഒരു ഭാര്യയും
ഭർത്താവും തമ്മിലുള്ള ബന്ധം നമുക്കവിടെ കാണുവാൻ. ഭർത്താവ് പറയുന്നു, വിദേശത്തായിരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ അറിയാം, നിങ്ങളുടെ ഭാര്യമാരെയൊക്കെ ഇന്ത്യയിൽ വിട്ടിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രാണനാഥൻ, എന്നെ സ്നേഹിക്കുന്നവൻ എന്ന് വരും എന്നുള്ളൊരാഗ്രഹം അവർക്ക് കാണും. നിങ്ങൾക്കും അതുപോലെ ഒരു ആഗ്രഹമുണ്ട്, എന്ന് അവധി കിട്ടി എൻ്റെ കുടുംബത്തോട് എനിക്കൊന്ന് ചേരുവാൻ കഴിയും, എൻ്റെ ഭാര്യയോട് ഇന്ന് സംസാരിക്കുവാൻ കഴിയും, അവളുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ ട്രീറ്റ്മെന്റ് ലഭിക്കുവാൻ കഴിയുമെന്നൊരു ആഗ്രഹമുണ്ട്. അതേ കമ്പാരിസൺ, അതേ അനാലജിയാണ് വെളിപ്പാട് പുസ്തകം കാണുന്നത്. ഭർത്താവ് പറയുന്നു, ഞാൻ വേഗം നിന്റെ അടുത്തേക്ക് വരുന്നു. ഇത് സാക്ഷീകരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ വേഗം വരും. The one who testifies says, behold, I come quickly. ഞാൻ വേഗത്തിൽ വരുന്നുവെന്ന് ഇത് സാക്ഷീകരിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഒരു കാര്യം ഓർക്കുക, സഭയേക്കാൾ താല്പര്യോടെ കാണിക്കുന്നത് മണവാളനായ ക്രിസ്തുവാണ്. സഭയുടെ ആഗ്രഹത്തെക്കാളും കൂടുതൽ ആഗ്രഹം മണവാളനായ ക്രിസ്തു പ്രകടിപ്പിച്ചു പറയുന്നു, ഞാൻ വേഗം നിന്റെ അടുക്കലേക്ക് വരുന്നു. നോക്കുക, ഈ 4 കാര്യങ്ങൾ ആ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, ഒരു അപേക്ഷയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് ആണത്. പറയുകയാണ്, ഞാൻ നിന്റെ അടുത്തേക്കൊന്ന് വരട്ടെ. എന്റെ ആഗ്രഹമാണ്, എന്റെ അപേക്ഷയാണ്. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. കാന്തനായ ക്രിസ്തു പറയുന്നു, മണവാട്ടിയായ സഭയെ, കാന്തേ, ഞാൻ നിന്റെ അടുത്തേക്കൊന്ന് വരട്ടെ. അപേക്ഷിക്കുകയാണ്. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് an intense desire. തീവ്രമായ ഒരു ആഗ്രഹമാണ്, എനിക്ക് നിന്റെ അടുത്ത് വരണം. കാന്തയുടെയും കാന്തന്റെയും ആഗ്രഹം, എനിക്ക് നിന്റെ അടുത്ത് വരണം. തീവ്രമായ ഒരു ആഗ്രഹം അറിയിക്കുകയാണ്, എന്റെ കാന്തയെ ഞാൻ വരട്ടെ. കാന്ത, നീ വന്നാലും എന്റെയും ആഗ്രഹം അതാണ്. യോഹന്നാൻ സഭയെ പ്രതികരിച്ചുകൊണ്ട് പറയുന്നു, ആമേൻ കർത്താവേ വരണമേ. നിങ്ങൾ നോക്കണം, യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ദ്വീപിലാണ്, ഏകനായി എവിടെയായിരിക്കുകയാണ്. യോഹന്നാന് ധാരാളം ചോദ്യങ്ങൾ കാണും. കർത്താവേ, ഞാൻ അങ്ങയുടെ മാറോട് ചാരി വരണം. അങ്ങയുടെ ആന്തരിക വലയത്തിൽ 3 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അങ്ങയുടെ അടുത്തിരുന്നവരാണ്, അങ്ങേ അറിഞ്ഞവരാണ്. ക്രൂശിന്റെ ചുവട്ടിൽ എല്ലാവരും ഓടിപ്പോയപ്പോൾ അവിടെയും കൂടെ നിന്നവനാണ് ഞാൻ. അങ്ങേ സ്നേഹിച്ചവനാണ് ഞാൻ. എല്ലാവരും യഹൂദന്മാരെ പേടിച്ചോടിപ്പോയപ്പോഴും ഞാൻ അവിടെ നിന്നവനാണ്. എഫെസോസ് സഭയുടെ പാസ്റ്ററായി ഏകദേശം 90 വയസ്സിപ്പോൾ യോഹന്നാനുണ്ട്. തിളച്ചെണ്ണയിൽ എന്നെ ഇട്ടു. ഇപ്പോഴേകനായി ഈ ഏകാന്തതയിൽ ഞാൻ പത്മോസ് ദ്വീപിലായി. കർത്താവേ, അങ്ങൊന്ന് വരണമേ. തീവ്രമായ എന്റെ ആഗ്രഹമാണ്. ഞാൻ ഏകനായിരിക്കുന്നു, മുട്ടുമടക്കുവാൻ കൂടി ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഞാൻ പ്രായത്തിലായിരിക്കുന്നു, ഞാൻ ഏകനായിരിക്കുന്നു. എന്റെ കാന്ത, അങ്ങൊന്ന് വരണമേ. ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ കർത്താവേ, അങ്ങൊന്ന് വരണമേ. തീവ്രമായി നമ്മുടെ ആഗ്രഹമായിരിക്കട്ടെ, നമ്മുടെ അപേക്ഷയായിരിക്കട്ടെ, യേശുവേ അങ്ങ് വരണമേ. കർത്താവേ, അങ്ങ് വരണമേ. എന്റെ ഏകാന്തത മാറുവാൻ, എന്റെ വേദന മാറുവാൻ, എന്റെ ഭാരങ്ങൾ മാറുവാൻ, യേശുവേ അങ്ങ് വരണമേ. ഈ പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനാണെങ്കിലും അങ്ങയുടെ സാന്നിധ്യം എനിക്കുണ്ട്. എന്നാൽ എന്നെ അവിടുത്തെ സന്നിധാനം കൊണ്ടുപോകുവാൻ വരണമേ. മൂന്നാമത്, ഒരു നിർബന്ധമാണ്. സ്നേഹമുള്ള ഭാര്യ ഭർത്താവും തമ്മിൽ നിർബന്ധിക്കും. സ്നേഹത്തിൽ വഴിക്കണം. ചില കാര്യങ്ങൾ കിട്ടുവാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചില ആളുകൾ കാര്യം പറഞ്ഞു, കരഞ്ഞായാലും ഒരു കാര്യമാണ്. കാന്തം നിർബന്ധിക്കുക. കാന്തയും കാന്തനും വേണ്ട നിർബന്ധം, ഭാര്യയും ഭർത്താവും നിർബന്ധമാണ്. അങ്ങ് വരണം. സ്നേഹത്തിലുള്ള നിർബന്ധം. ഒന്ന്, ഒരു അപേക്ഷ. 2, തീവ്രമായൊരാഗ്രഹം. 3, ഒരു നിർബന്ധിക്കൽ. കർത്താവേ മതി, അവിടെ ഞാൻ തനിയാണ്, ഇവിടെ കർത്താവേ വന്നാൽ കർത്താവയെ. സ്നേഹത്തിലുള്ള നിർബന്ധം. 4, ഒരു കരച്ചിലാണ്. ഭർത്താവിനെ കാണാതിരിക്കുന്ന ഭാര്യ കരയുക. എത്ര നാളായി ഞാൻ തനി ഇവിടെ ആയിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങൊന്ന് വരണമേ. എന്റെ ഭാരങ്ങളെ മാറ്റുക,
എന്റെ നിരാശയെ മാറ്റുവാൻ, എന്റെ ഏകാന്തതയെ മാറ്റുവാൻ എന്റെ പ്രാണപ്രിയ അങ്ങ് വരണമേ. യോഹന്നാൻ പറയുന്നു, ആമേൻ കർത്താവേ വരണം. നമ്മുടെ പലരെയും ജീവിതം കണ്ടാൽ യേശു വരുമെന്നൊരു തോന്നലേ നമുക്ക് വന്നാൽ ഇപ്പോഴേ വരല്ലേ എന്നുള്ള രീതി. ഈ രാത്രി നമ്മുടെ ആദ്യപിതാക്കന്മാരുടെ വിശ്വാസവും അവർ പ്രഖ്യാപനവും അതായിരുന്നു, യേശുവേ അങ്ങ് വരണമേ. ദൈവമക്കളെ, സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ രാത്രി നമ്മൊന്ന് ഒരുങ്ങുന്ന രാത്രിയാകട്ടെ. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിക്കുന്ന ഒരു രാത്രിയാകട്ടെ. 2014 ഖത്തർ IPC റീജിയൻ കൺവെൻഷനിൽ നമ്മെ സമർപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണം. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. എന്തിനു വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്? ഒന്നാമത്, യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അത് ആഘോഷത്തിന്റെ ഒരു ദിവസമായിരിക്കും. It is a day of celebration. It is a day of victory. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അത് ആഘോഷത്തിന്റെ ഒരു ദിനമായിരിക്കും, വിജയത്തിന്റെ ഒരു ദിവസമായി. എന്തുകൊണ്ടെന്നാൽ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. വീണ്ടും പൗലോസ് താഴോട്ട് പറയുന്നു, മരണത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, ജാതീയ മാർഗങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്ന ഈ പ്രിയപ്പെട്ടവരുടെ വിശ്വാസം ഇതായിരുന്നു, അവരെല്ലാവരും മരിക്കുന്നതിന് മുമ്പേ കർത്താവ് മടങ്ങി വരും. എന്താണ് പ്രതീക്ഷകളൊക്കെ അപ്പുറത്ത് പോയി, സ്വപ്നങ്ങൾക്കപ്പുറമായി അവരുടെ പ്രിയപ്പെട്ടവർ മരണത്തിൽ കൂടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതിയവരെ ആശ്വസിപ്പിക്കുന്നു. 13 വാക്യങ്ങൾ, 1 Thessalonians 4:13 വാക്യങ്ങൾ, പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവർ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ പാടുന്നൊരു പാട്ടുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ. അവരുടെ പാട്ടിതാണ്, മരണമേ നീ എന്നെ തൽക്കാലത്തേക്ക് പിടിച്ചു ഒതുക്കി വെച്ചു, താൽക്കാലിക വിജയം നീ എന്റെ മേൽ കൊണ്ടാടി, എന്നാൽ നിന്റെ വിജയം ഇവിടെ തീർന്നിരിക്കുന്നു. എന്റെ യേശു ഇതാ മടങ്ങി വന്നിരിക്കുന്നു. ഹേ മരണമേ നിനക്കെന്നെ ഒതുക്കുവാൻ കഴിയുകയില്ല. ജീവന്റെ ദാതാവായ യേശു വന്നതുകൊണ്ട്, മടങ്ങി വന്നതുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ജയം കണ്ടിരിക്കുന്നു. ഹേ മരണമേ നിന്റെ ജയം അവിടെ. പറന്നുയർന്ന വിശുദ്ധന്മാരുടെ പാട്ടാണ്. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവർ പാടുന്ന ഒരു പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹേ മരണമേ നിന്റെ ജയം. യേശുവിന്റെ മടങ്ങി വരവ് ആഘോഷത്തിന്റെ ദിനമായി. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ പാടുന്ന പാട്ട്, മരണമേ നിന്റെ വിഷമുള്ള കൊണ്ട് എന്നെ ഞങ്ങളെ കുത്തുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യുന്ന പാടുന്നൊരു പാട്ട്. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ മരണത്തെ ചലഞ്ച് ചെയ്യുന്ന, that was a day, or that will be a day of victory. വിജയത്തിന്റെ ഒരു ദിവസമായി യേശുവിന്റെ മടങ്ങി വന്ന് ആഘോഷത്തിന്റെ വിജയത്തിന്റെ ദിവസമായി. കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ യോഹന്നാൻ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞിങ്ങനെ എഴുതുന്നു, അന്ന് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വേദനയിലും ഭാരങ്ങളിലും കണ്ണുനീരിൽ കൂടെ പോകുന്ന ദൈവമകളുടെ പ്രത്യാശ ഇതാണ്. എന്റെ യേശു മടങ്ങി വരുമ്പോൾ അന്ന് എന്റെ കണ്ണുനീരെല്ലാം തീരും. അന്ന് കണ്ണുനീർ തീരുന്ന ദിവസമായിരിക്കും. ക്രൂശിൽ ആണിയേറ്റ കരം കൊണ്ട്
ആ കരം കൊണ്ട് തന്നെ എന്റെ കവിളിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീർ എന്റെ കർത്താവ് തുടച്ചു കളയും. ഈ രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു മടങ്ങി വരുമ്പോൾ എന്റെ കണ്ണുനീർ തീർന്നു പോകും. യേശു മടങ്ങി വരുമ്പോൾ അവന്റെ കരങ്ങൾ കൊണ്ട് എന്റെ കവിളിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രത്യാശയുള്ള ദൈവമക്കൾ, ദൈവത്തിന്റെ രാത്രി മഹത്വം എടുക്കാമോ? എന്റെ കണ്ണുനീരിന് ഒരു അവധിയുണ്ട്. എന്റെ കണ്ണുനീര് തീരാറായി, എന്റെ വേദന തീരാറായി. ഹല്ലേലൂയ. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, മണവാളൻ ഭർത്താവ് ഭാര്യയെ വിളിച്ച്, മോളെ നീ കരയണ്ട എന്ന് കണ്ണിന് കണ്ണീര് തുടച്ചു. ഈ ദിവസങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാൻ തലയിണ പോലും നനയുന്ന രാത്രിയിൽ കർത്താവെ എങ്ങനെ ആരെന്നെ സഹായിക്കും? കരയുന്ന സ്നേഹിത സഹോദരി, നീ ഭാരപ്പെടേണ്ട. നിന്റെ കണ്ണിന് കർത്താവ് തുടയ്ക്കണം. ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, ആരും നിന്നെ അറിയുന്നില്ലെങ്കിൽ, സഭയുടെ പാസ്റ്ററോ ഡീക്കനോ എൽഡറോ ആരും നിന്നെ കാണുന്നില്ല, നിന്നെ കാണുന്നൊരു കർത്താവ്. യേശു മടങ്ങി വരുമ്പോൾ നമുക്ക് പേടിക്കണ്ട. ആ കണ്ണുനീരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭർത്താവ് ഭാര്യയെ വിളിച്ച് ആലിംഗനം ചെയ്ത് കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്ന പോലെ കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന്, ഏത് കൈയാണ് നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ ആണിയേറ്റ കരം കൊണ്ട് കർത്താവ് നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു കളയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സന്തോഷമില്ല. ഈ രാത്രി എനിക്ക് സന്തോഷമുണ്ട്. യേശു എന്റെ കണ്ണീരെല്ലാം തുടയ്ക്കുവാൻ പോവുകയാണ്. എന്റെ വേദനകളെല്ലാം മാറുവാൻ പോവുകയാണ്. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അത് ആഘോഷത്തിന്റെ ഒരു ദിനമായിരിക്കും, ഒരു വിജയത്തിന്റെ ദിവസമായിരിക്കും. ഇനി കണ്ണുനീരില്ല. അവൻ താൻ അവരുടെ കണ്ണിൽ നിന്ന്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പീഡനങ്ങൾക്ക് അവസാനം ഒരു ദിവസമാണ്. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡി അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസവും പകരം നൽകുന്നത് നീതിയല്ലോ. പീഡയിൽ കൂടെ കടന്നുപോകുന്ന കർത്താവിന്റെ ദാസ, നിന്റെ കുഞ്ഞുങ്ങളെ യോഗ്യമായ വിദ്യാഭ്യാസം ചെയ്യുവാൻ പോലും സാമ്പത്തികമായ സാഹചര്യമില്ലെങ്കിലും, സഭയ്ക്കകത്തു നിന്ന് പുറത്തു നിന്ന് പീഡകൾ സഹിക്കുന്നെങ്കിലും, ഒറ്റയ്ക്ക് കർത്താവിനെ സേവിക്കുവാൻ കുടുംബത്തിൽ നിറങ്ങി വന്നിട്ട് പീഡയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ രാത്രി ധൈര്യപ്പെടുക. യേശു വരാറായി, പീഡകൾ തീരാറായി, കണ്ണുനീര് തീരാറായി, വേദന മാറാറായി. ഹല്ലേലൂയ. നമ്മുടെ വേദനയും ഭാരങ്ങളും എല്ലാം തീരാറായി. സ്തോത്രാഴ്ചയ്ക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യുന്നവരുടെ വാക്കുകളെ ഇവിടെ ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ആഘോഷത്തിന്റെ ദിവസമായി, കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ദിവസമായി, മരണത്തെ ചലഞ്ച് ചെയ്യുന്ന ദിവസമായിരിക്കും, പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. രോഗവും ദുഃഖവും വെളിപ്പാട് പുസ്തകം വീണ്ടും കാണുന്നു. അവിടെ പിന്നെ രോഗമില്ല, ദുഃഖമില്ല, വേദനയില്ല, ഒന്നുമില്ല. യേശു ക്രിസ്തു മടങ്ങി വരാണ്. ഈ രാത്രി പ്രത്യാശയുണ്ടോ? അതോ നിന്ന് എല്ലാ നാളും ഞാൻ കുറച്ച് കാശുമൊക്കെ ഉണ്ടാക്കി കർത്തവ ജോലി ചെയ്ത് ജീവിച്ച് ചിരഞ്ജീവികളായി മരിക്കാതെ നമ്മൾ ഇങ്ങനെ പോകുമെന്നാണ് യാഥാർത്ഥ്യം. ഈ രാത്രി മനസ്സിലാക്കണമേ. ഈ രാത്രി ഒരു കാര്യം പറയട്ടെ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ജോലി കൂടി ചെയ്യുന്നവരാണ്. നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്ന ആ ബ്രത്ത് എക്സൈൽ ചെയ്യാമെന്ന് ആർക്കും ഗ്യാരണ്ടി ആയി പറയും. അകത്തേക്ക് പോകുന്ന ശ്വാസം പുറത്തേക്ക് ഇവിടെ തൻ്റെ ഇടമായി പറയാൻ ഒരാൾ ഇതിനകത്തുണ്ട്. ദൈവം അനുവദിക്കാതെ അകത്തോട്ട് ശ്വാസം വെളിയിൽ പോവുക. ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ അന്ത്യമാണെങ്കിൽ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക്, നാളെ ഞാൻ ഇവിടുന്ന് ചെറിഞ്ഞു പോകുന്ന ട്രെയിൻ എവിടെ പോകുന്ന എനിക്കറിയില്ല. മലേഷ്യയിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് നമ്പർ 370 എവിടെയാണെന്ന് ആർക്കും അറിയില്ല. 239 യാത്രക്കാരും ക്രൂവുമായി പോയ ജീവിതങ്ങളുമായി പോയ പ്ലെയിൻ എവിടെയാണെന്ന് അറിയില്ല. ആരും പ്രതീക്ഷ കോലാലംപൂരിന്ന് പൊങ്ങിയപ്പോൾ ബീജിങ്ങിൽ താഴ്വന്നും മണിക്കൂറുകളായി സ്നേഹിതരും കുടുംബാംഗങ്ങളൊക്കെ നോക്കിയിരുന്നു. പ്ലെയിൻ താണെ. സ്നേഹിതരെ, ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ അന്ത്യമാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ, ഒരു സ്ട്രോക്കോ, ഒരു കാർഡിയാക് അറസ്റ്റോ, ഒരു റെസ്പിറേറ്ററി അറസ്റ്റോ വന്ന്
നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെങ്കിൽ അതിനു മുമ്പായി നിത്യത ഭദ്രമാക്കുക. നിത്യത ഈ രാത്രി ഭദ്രമാക്കുക. എന്റെ വാക്കുകളെ കേൾക്കുന്ന സ്നേഹിതരെ, ധൈര്യത്തോടുകൂടി ദൈവസന്നിധി പ്രാഗൽഭ്യത്തോട് വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ വരവെങ്കിൽ പോകണമെങ്കിൽ വിശുദ്ധ ജീവിതം ആവശ്യമാണ്. ഒരുക്കമുള്ള, പിന്നാലെ ഞാൻ പ്രസ്താവിക്കാം, ഒരുക്കമുള്ള ജീവിതം ആവശ്യമാണ്. ഈ രാത്രി നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി പ്രത്യാശയോട് പാടുന്നു. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയും കാന്തിയ എന്റെ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് തന്നെത്താൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരുന്നു. ആ പ്രത്യാശയുള്ള എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിത വരുവാൻ പോകുന്നു. പ്രത്യാശയോടെ പാടാം. അപ്പോൾ തന്നെ ഈ ഒന്നാമതായി ഞാൻ ഓർപ്പിച്ചു, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അത് ആഘോഷത്തിന്റെ ഒരു ദിവസമായി. It is a day of celebration or a day of victory. രണ്ട്, it is a day of reunion, കൂടിക്കാഴ്ചയുടെ ഒരു ദിവസമായി. എന്താണ് ഇതിന്റെ അർത്ഥം? എന്റെ മാതാവ് മരിച്ചപ്പോൾ എന്റെ പിതാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ, കർത്താവ് ഈ കഴിഞ്ഞ 50 വർഷമായി നിന്റെ ദാസി എന്നോടൊപ്പം നിന്റെ വേദിയിൽ ആയി, വേല തികച്ചവൾ നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവ് ഞാൻ അവളെ കാണും. അതുവരെ കുഴപ്പമില്ല. അടുത്ത വാചകമാണ് എന്നെ സന്തോഷം. കർത്താവേ, ഞാൻ അവളെ കാണുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ജീവനെ അങ്ങേ തീർക്കാതെ. ഒരു ഭക്തന്റെ പ്രത്യാശ, വേദന മാറുന്നത് യേശു മടങ്ങി വരുമ്പോൾ. അണിയേറ്റ കരങ്ങൾ നമ്മുടെ കണ്ണീരൊക്കെ തുടങ്ങി. അതിനപ്പുറമായി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന കർത്താവിനെ നമ്മൾ കാണും. അതിനപ്പുറം എന്തോ ആഘോഷമാ സ്നേഹിതരെ. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നാം കാണാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർക്ക് ഈ രാത്രി സന്തോഷമുണ്ട്? എന്റെ യേശുവിനെ ഞാൻ കാണും. ആ പ്രത്യാശയുടെ കരകളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വം കൊടുക്കാമോ? എന്റെ യേശുവിനെ ഞാൻ കാണും. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. യേശുനാഥൻ മടങ്ങി വരുമ്പോൾ അതിൽ കൂടിക്കാഴ്ചയുടെ ദിവസമായിരിക്കും. നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ഊറ്റിത്തന്ന് പാപി എന്ന ലേബൽ മാറ്റി നീതിമാൻ എന്ന ലേബൽ നമുക്ക് തന്ന ആ കർത്താവിനെ നാം കാണുവാൻ പോവുകയാണ്. യേശുദാ മടങ്ങി വരുവാൻ പോകുന്നു. Jesus is coming back and I will see him as he is. യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ, the way he is, I will see Jesus the same way he is as he is. യേശുവിനെ അവനായിരിക്കുന്ന പോലെ കാണുന്ന ഒരു ദിവസമുണ്ട്. ഈ രാത്രിയുടെ പ്രത്യാശ ഒന്ന് ഉണരട്ടെ. ഈ രാത്രി ദൈവത്തിലുള്ള പ്രത്യാശ. Let us awaken the hope that we have in Christ Jesus tonight. യേശു മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ കാണും. Praise the Lord. ഒന്നാമത് യേശുവിന്റെ മടങ്ങി വരും, യേശുവിനെ കാണുന്ന കൂടിക്കാഴ്ച. രണ്ടാമത്, നമ്മെ വിട്ടക്കര നാട്ടിൽ നമുക്ക് മുമ്പായി പോയ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ, സ്നേഹിതർ, സഭാജനങ്ങൾ, പാസ്റ്റർമാരെയൊക്കെ കാണും. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഏരിയാവിനെ നോക്കും. എനിക്ക് പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ദാവീദ്. ദാവീദിനെ ഓടിപ്പോയി. പുതിയ നിയമത്തിൽ പൗലോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ നോക്കും. പക്ഷെ എനിക്ക് അതിനേക്കാൾ അപ്പുറമായി എന്റെ പ്രത്യാശ എന്റെ കർത്താവിനെ കാണുക, എന്റെ യേശുവിനെ ഞാൻ കാണും. ഞാൻ ചോദിക്കും, യേശുവേ അങ്ങനെ ഇത്രയും സ്നേഹിക്കും കാരണം എന്താണ്? ഞാൻ പാപിയായിരുന്നപ്പോൾ പാപമറിയാത്ത ദൈവപുത്ര എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് എന്നെ അങ്ങ് സ്നേഹിച്ചല്ലോ. ഐ ലവ് യു ജീസസ്. ഞാൻ പറയും, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്ന കർത്താവെ എന്ന് അന്ന് പറവാൻ ആ കൂടിക്കാഴ്ച ദിവസം ഇടിയാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശുവിനെ കാണുന്ന കൂടിക്കാഴ്ചയുടെ ദിവസം
നമ്മെ വിട്ട് കടന്നുപോയ വിശുദ്ധന്മാരെ നാം കാണുന്ന ഒരു ദിവസമായിരിക്കും. First of all, when Jesus comes, that is a day of celebration, a day of victory. Secondly, when Jesus comes, that is the day of reunion. യേശുവിനെ നാം കാണുന്ന, നമ്മെ വിട്ട് അക്കരെ നാട്ടിൽ പോയ പ്രിയപ്പെട്ടവരെ കാണുന്ന ദിവസം. ഫ്യൂണറൽ സർവീസിൽ കർത്താവദാസന്മാരായ ഞങ്ങൾ അവസാനം പറയുന്നൊരു വാക്ക്, നീയോ സഹോദര അല്ലെ സഹോദരി കുഞ്ഞെ പോയി വിശ്രമിച്ചു. കാലാവസാനത്തിന്റെ ഓഹരി എഴുന്നേറ്റ് വരും. അടുത്ത വാക്യം ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ഗംഭീരാനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ആരാണ് മരിച്ചവരെ? സഹോദരനോ സഹോദരിയോ അമ്മയോ കുഞ്ഞോ ആരാന്ന് വെച്ചാൽ സഹോദര, നിന്നെയോട് കാണാമെന്ന പ്രത്യാശയോടും ഉറപ്പോടും കൂടെ ഈ ശരീരത്തിൽ ഞങ്ങൾ അന്ത്യയാത്ര പറയുന്നു എന്ന് പറഞ്ഞിട്ട് മണ്ണങ്ങോട്ട് അവിടെ പറയുന്ന ക്രിസ്തുവിന്റെ ഉയർപ്പിങ്കൽ നിന്നെ കാണാമെന്ന പ്രത്യാശയും ഉറപ്പുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു മടങ്ങി വരുമ്പോൾ നിങ്ങളെ വിട്ട് നമ്മെ വിട്ടു പോയ നമ്മുടെ പിതാക്കന്മാരെ നാം കാണുവാൻ പോവുകയാണ്. നമ്മുടെ മാതാക്കന്മാരെ നാം കാണും, നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കാണും, രക്തസാക്ഷികളെ എന്ന് നാം കാണും, കർത്താവിന് വേണ്ടി തന്റെ ഇടത്തോട് നിന്ന ദൈവഭൃത്യന്മാരെ നാം അത് കാണും. യേശു മടങ്ങി വരുമ്പോൾ അതൊരു കൂടിക്കാഴ്ചയുടെ ദിവസമായിരിക്കും. മൂന്നാമതായി, that is a day of refreshment, പുതുക്കത്തിന്റെ ദിനമായി. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, യേശു വരുമ്പോൾ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. 2 കൊരിന്ത്യരിൽ പൗലോസ് വീണ്ടും പറയുന്നു, കൂടാരമാകും നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത വീട് നമുക്ക് ലഭിക്കും. പത്രോസ്ലീഹ പറയുന്നു, ഈ കൂടാരം അഴിഞ്ഞു പോകും, ഈ കൂടാരം പൊളിഞ്ഞു പോകും, പൊളിയാത്തൊരു കൂടാരം നമുക്ക് തരും. യോഹന്നാൻ പറയുന്നു, അവനോട് നാം സദൃശന്മാരാകും, യേശുവിനോട് അതുപോലുള്ള ബോഡി നമുക്ക് ലഭിക്കും. We will be like Jesus that day. ഒരു പുതുക്കത്തിന്റെ ദിവസം അതായിരിക്കും. ആ പാട്ട് നാം പാടിയ, നീതി സൂര്യൻ വരുമ്പോൾ അവന്റെ കാന്തിயின் പ്രഭയാൽ എന്റെ ഇനിയും ഇപ്പോൾ ഞാൻ കറുത്തതാണ്, എന്റെ കർത്താവ് വരുമ്പോൾ തേജസ്സുള്ള ശരീരത്തോടെ ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പുതുക്കത്തിന്റെ ദിനമായിരിക്കും. യേശു മടങ്ങി വരും. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയം പോകുന്നതിനാൽ. 4ാമത് പ്രതിഫലങ്ങൾ വിഭാഗിക്കുന്ന ദിനമായി. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഇങ്ങനെ പറയും. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും. The Son of God will come in the glory of his Father. ആ ടെൻസ് ശ്രദ്ധിക്കുക. Jesus, the Son of God, Son of Man will come. തീർച്ചയായും യേശു മടങ്ങി വരും. മൂലഭാഷയിലും ശക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു മടങ്ങി വരും, യാതൊരു സംശയവുമില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, അവൻ ഓരോരുത്തരും, please listen to me carefully, when Jesus comes back, he will give a reward to each and everyone according to his work. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കുക. ഈ രാത്രി മനുഷ്യപുത്രൻ തന്റെ ശക്തിയാവിന്റെ മഹത്വത്തിൽ ശക്തിയോടുകൂടെ വരും. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം. സ്വർഗത്തിൽ ചെല്ലുമ്പോ എല്ലാം കിട്ടാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാതെ പൈസ എടുക്കാൻ നിൽക്കും. അക്കൗണ്ട് തുടങ്ങിയാൽ പൈസ കിട്ടത്തില്ല. You have to have a balance in that account to make the withdrawal. ഞാൻ അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ 100 രൂപ കൊടുത്ത് അക്കൗണ്ട് തുടങ്ങിയിട്ട് 1 ലക്ഷം എടുക്കാൻ ചെന്നാൽ നമുക്ക് വട്ടാണെന്ന് ഒരു 0 വിലയില്ലെന്ന് നമ്മൾ പറയാൻ കൂടി ചെന്ന് നോക്കുമ്പോൾ അറിയാം.
പൈസ ഇടാതെ ബാങ്കിൽ നിൽക്കാം. മനുഷ്യപുത്രൻ എൻ്റെ പിതാവിൻ്റെ മഹത്വം ശക്തിയോടുകൂടെ വരും. അത് സംശയമില്ല. അന്നേരം ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവൻ. പൈസ ഇട്ടവന് പൈസ ഇടണം, പൈസ ഇടാത്ത ചിലർ അന്ന് നിത്യലജ്ജയ്ക്കും നിത്യമാനത്തിന് വഴി നരകത്തിൽ പോകുന്ന കാര്യമല്ല. പ്രതിഫലം വിഭാഗിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പ്, നിത്യലജ്ജയ്ക്കും നിത്യമാനത്തിനും. ഈ രാത്രി സ്വർഗത്തിൽ കർത്താവ് വന്ന് നമ്മൾ പോകുന്നു. അവിടെ ചെന്ന് കണ്ണും പൊത്തി നിൽക്കുമോ? കർത്താവ് പ്രതിഫലം തരുമ്പോൾ സന്തോഷിക്കും. വല്ലതും ഉണ്ടോ? വാങ്ങി. എത്ര ആത്മാക്കളെ നേടിയിട്ടുണ്ട്. ദൈവദാസന്മാർ ഇടയശേഷം പ്രത്യക്ഷമാകുമ്പോൾ തേജസ്സിലെ വാടാത്ത കിരീടം പ്രാപിക്കാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ടില്ല. പ്രസംഗിക്കുന്ന എന്നെയും കൊണ്ട് ഉൾപ്പെടുത്തിയാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളിത് എക്സംപ്റ്റഡ് അല്ല, ഞാനൊരു പ്രസംഗത്തിനകത്തുള്ള ആളാണ്. ഈ രാത്രി കർത്താവ് വന്നാൽ നമുക്കെല്ലാം കിട്ടുമോ? ദാസന്റെയും ധനവാന്റെയും പാരബിളീസ് പറഞ്ഞിട്ട് പറഞ്ഞു. ധനവാനൊരു ആഗ്രഹം, അയ്യോ എനിക്കോ പറ്റി എൻ്റെ സഹോദരങ്ങൾ പറ്റുന്നത്. കർത്താവേ, അബ്രഹാം പിതാവിനെയും മോശയൊക്കെ ആരൊക്കെ ഉണ്ട്, അവരെല്ലാം അയക്കണം, അന്നാലും അയക്കണം. യേശു പറഞ്ഞു, നീ ഒന്നും അറിയില്ല, അവർക്ക് അവിടെ കേൾക്കാനും പറയാനും ആളുണ്ട്, വേണേ കേട്ടോ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്. ഖത്തറിലുള്ള ദൈവ മക്കളോട് ഞാൻ വിളിച്ചു പറയും, യേശുവിന്റെ മടങ്ങി വരണമെങ്കിൽ പ്രതിഫലം വിഭാഗിക്കുമോ? ലജ്ജിക്കപ്പെടാതിരിക്കും. ഈ രാത്രി ആദ്യ തീരുമാനമെടുക്കും. കർത്താവേ, എൻ്റെ പൈസ ഇല്ല, ദാറ്റ്സ് ഓക്കെ. പൈസ അല്ല ദൈവത്തിന് വേണ്ടിയത്. പൈസ മാത്രമല്ല, യേശു ക്രിസ്തു ട്രഷറിയിൽ ഭണ്ഡാരത്തിൽ പണമിട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നോക്കി കോടീശ്വരന്മാരൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ തുക ഇട്ടവരൊക്കെ കാണും. യേശു അവരെ ആരെയെല്ലാം പ്രശംസിച്ചത്. 2 കാശിട്ടൊരു വിലയുണ്ട്. ആ പെർസെൻറ്റേജാണ് ദൈവം നോക്കിയത്. ക്വാണ്ടിറ്റി അല്ല ദൈവം നോക്കുന്നത്, ക്വാളിറ്റിയാണ് ദൈവം നോക്കുന്നത്. എമൗണ്ട് അല്ല ദൈവം നോക്കുന്നത്, പെർസെൻറ്റേജ്. ഒരു പക്ഷേ നിന്റെ 10 രൂപയുള്ളൂ, അത് മതി ദൈവത്തിന്. നിന്റെ ഹൃദയം ദൈവം കാണുന്നു. ഈ രാത്രിയിൽ പണമല്ല, ഒരാളെയെങ്കിലും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷത്തിനകം ഒരാത്മാവിനെയും നിത്യതയിൽ എത്തിക്കുവാൻ ഞാൻ പ്രവർത്തിക്കുമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? ഒരുപക്ഷെ നിങ്ങൾക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോ കേരളത്തിലോ കഷ്ടപ്പെടുന്ന ഒരു ദൈവദാസന്റെ പേരിൽ 1 മാസം ആഹാരത്തുള്ള പണമെങ്കിലും സുവിശേഷം അറിയിക്കുവാൻ വാടകയ്ക്കെങ്കിലുമുള്ള പണം കൊടുത്ത് അതിൻ്റെ ഒരു ഭാഗമാക്കാകുവാൻ ഈ രാത്രി ആൾ തീരുമാനമെടുക്കും. നിത്യതയിൽ എത്തിയിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ ദിവസം. ഇതാണ് നല്ല സമയം. കർത്താവിനോട് പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് ആരോഗ്യം തന്നു, ദൈവം നമുക്ക് നല്ല ബുദ്ധി തന്നു, ദൈവം നമുക്ക് സോഴ്സ് തന്നു. അത് കർത്താവിന് വേണ്ടി ആരും ഉപയോഗിക്കും. നിത്യതയിൽ എത്തിയിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മനുഷ്യപുത്രൻ മടങ്ങി വരും. അപ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേരളത്തിൽ വോട്ട് നടന്ന ദിവസമാണ് അമേരിക്കുന്നു. 10-ാം തീയതി വ്യാഴാഴ്ച. 11-ാം തീയതി ഞാൻ തിരുവല്ല ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് പേപ്പർ ഓൺലൈനിൽ ഇരുന്ന് വായിച്ചു. 2 കാര്യം എനിക്ക് വളരെ സന്തോഷമായിട്ട് അത്ഭുതമായിട്ട്. 2 മലയാള മൂവി സ്റ്റാർസ്, മാമൂട്ടി പിന്നെ ലാൽ, ഈ 2 പേരും വോട്ട് ചെയ്യാൻ പോയി. അവര് താമസ സ്ഥലം മാറ്റി പുതിയ അഡ്രസ് കൊടുക്കാഞ്ഞതുകൊണ്ട് വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഇലക്ഷൻ ഓഫീസറോ റിട്ടേണിംഗ് ഓഫീസർ ഹൂവർ അവിടെ നിന്നവര് പറഞ്ഞു വോട്ട് ചെയ്യാനൊക്കത്തില്ല. കേരളത്തിലെ എല്ലാവർക്കും വേറെ പണം കണ്ടാലറിയാം. വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കും അറിയവരാരാണ്. പക്ഷേ പ്രശ്നം അവിടുത്തെ അഡ്രസ്സുള്ള ഫോട്ടോ പതിച്ചൊരു ഐഡന്റിറ്റി കാർഡ് ഇല്ലാഞ്ഞത് കൊണ്ട് ഇയാൾ എത്ര വലിയ കേവനായാലും വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഈ രാത്രി ഓർക്കുക, IPCയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടെ വരെയൊന്നുമില്ല. ചിലപ്പോ നിങ്ങൾ ഇവിടെ അപ്പത്തോട്ടം പറയുമായിരിക്കും ആനയാണ് പൂനിയാണെന്നൊക്കെ. അവിടെ ഇതൊന്നും നടക്കത്തില്ല. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഈ രാത്രിയിൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ മുട്ടിരിക്കാതെ, കൈവിറയ്ക്കാതെ,
സന്തോഷത്തോടെ അന്ന് നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഈ രാത്രി ഒരു സമർപ്പണം ആവശ്യമാണ്. ദൈവസേനയെ ഈ രാത്രി ഏൽപ്പിക്കും. കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കും. എന്റെ ജീവിതത്തിൽ നാളുകളിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. പത്രോസ് ഇങ്ങനെ പറയുന്നു, ആകാശം അഴിഞ്ഞു പോകുന്നതുകൊണ്ടും ഭൂമി മൂലപദാർത്ഥങ്ങളും കത്തിയറിഞ്ഞു പോകുന്നതുകൊണ്ടും നിങ്ങൾ എത്ര വിശുദ്ധിയും ഭക്തിയുമുള്ള ജീവിതം കഴിക്കണം. യേശു മടങ്ങി വരുന്നത് കൊണ്ട് ഈ ലോകത്തിലെ എല്ലാം തീക്കിരിയായി പോകുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശു മടങ്ങി വരുമ്പോൾ ആകാശം മാറിപ്പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെറിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശു വരുന്നു. എത്ര ഭക്തിയും വിശുദ്ധ ജീവിതവും നയിക്കുന്നവർ ഈ രാത്രി തീരുമാനിക്കാൻ കഴിയുമോ? പ്രസംഗക ശ്രോതാക്കളെ, പരിശുദ്ധാത്മാവ് ചലഞ്ച് ചെയ്യുന്ന ഈ രാത്രിയിൽ ആര് പറയും യേശു മടങ്ങി വരുന്നത് കൊണ്ട് എനിക്കും പോകേണ്ടത് കൊണ്ട് പ്രതിഫലം വിഭാഗിക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഭക്തിയുള്ള വിശുദ്ധിയുടെ ജീവിതം, ഇതാണ് ഈ തലമുറയിൽ പെന്തക്കോസ് യോഗങ്ങൾ കേൾക്കേണ്ടത്. ഭക്തിയുടെ പ്രസംഗം, വിശുദ്ധിയിലേക്ക് ജനത്തെ നയിക്കുന്ന പ്രസംഗം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന പ്രസംഗങ്ങളായി തീരട്ടെ. ഈ രാത്രിയിലും നമുക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയും. പ്രതിഫലങ്ങൾ വിഭാഗിക്കുവാൻ യേശു മടങ്ങി. അന്ന് ഞങ്ങളുടെ വേറെ വാർത്ത ഇതാ, നോർത്ത് ഇന്ത്യയിലോ മറ്റൊരു കേന്ദ്രമന്ത്രി പ്രസാദ് നിവാസാന്ന് ഞാൻ വിട്ടുപോയി. അദ്ദേഹം വോട്ട് ചെയ്യാൻ ചെന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ID കാർഡൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു മന്ത്രി പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ആളാ, അതുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് ചെയ്യിച്ചു. സ്വർഗത്തിൽ ഈ പരിപാടി നടക്കത്തില്ല. IPC ഖത്തർ റീജിയനിലെ പ്രസിഡന്റ് പാസ് തോമസ് എബ്രഹാം പറയാം, സാംജോറിനെ എനിക്കറിയാം കർത്താവറെ കൈയിരിക്കട്ടെ സാറേ, അവിടേക്ക് തന്നു. ഞാൻ കയറിപ്പോണേ എന്റെ വല്ലതാണ്. അവിടെ റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഭാര്യ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് രക്ഷപ്പെടുത്തില്ല, ഭർത്താവ് ദശാംശം കൊടുക്കും, ഭാര്യയും രക്ഷപ്പെടുത്തും. ഓരോരുത്തരും അവന്റെ സിംഗുലർ ടെൻസ് അവിടെ ഉപയോഗിക്കുന്നു, സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നു. കുടുംബത്തെയല്ല ദൈവം വിളിക്കുന്നത്, സഭയല്ല ദൈവം വിളിക്കുന്നത്, IPC ചട്ടകൊണ്ടിയും ശാരോനെ ഏജിയുമല്ല ദൈവം വിളിക്കുന്നത്. ഓരോരുത്തൻ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഈ രാത്രിയിൽ സമർപ്പണം നമുക്കുണ്ടോ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആര് പറയും കർത്താവേ, എന്നിതാ ഞാൻ സമർപ്പിക്കും. കർത്താവിന്റെ മടങ്ങിയ കിരീടം നമുക്ക് ലഭിക്കും. വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം. ഇതൊന്നും വിശദീകരിക്കുവാൻ ഈ രാത്രി എനിക്ക് സമയമില്ല. ഒന്നാമതായി യേശുവിന്റെ മടങ്ങി വരവ്. It is a day of victory. Secondly, it is a day of reunion. Thirdly, it is a day of refreshment. Fourthly, it is a day of rewarding. Lastly, അവസാനമായി ഇത് ഒരു അഭിനന്ദനത്തിന്റെ ദിവസം. It is a day of appreciation. അഭിനന്ദനത്തിന്റെ ദിവസമാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞ രണ്ട് പ്രധാന ഉപമകൾ. രണ്ടാമത്തെ ഉപമ താലന്തുകളുടെ ഉപമയാണ്. യജമാനൻ നമുക്കറിയാം, ദൂരദേശം പോകാൻ വിളിച്ചു 3, 5, 2, 1 താങ്ങുക, അതെല്ലാം നമുക്കറിയാം. അവസാനം യജമാനെ മടങ്ങി വന്ന് വിളിക്കുന്ന അഡ്രസ്സിംഗ് ആണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്. എന്താണ് ഇങ്ങനെ വിളിച്ചതെന്ന് അറിയാമോ? ഏത് പർപ്പസിന് വേണ്ടി യജമാനൻ ആ താലന്ത് കൊടുത്തു, യജമാനന്റെ മനസ്സറിഞ്ഞ് ആ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് യജമാനെ സന്തോഷിപ്പിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് യജമാനൻ പറഞ്ഞത് നല്ലവൻ. ഒരു താഴ്ന്നു കിട്ടിയ മനുഷ്യൻ നമ്മളെക്കാളൊക്കെ നല്ലവനായിട്ട്. കാരണം അവൻ കുഴിച്ചിട്ടു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ പാവമാണെന്നാണ് വിചാരിച്ചു. ഈ അടുത്തിടെ ഞാൻ ഒരു റിസർച്ച് ചെയ്തപ്പോൾ
ആ കാലങ്ങളിൽ ബാങ്കില്ല, ട്രഷറി ഇല്ല, സേഫ് ഡിപ്പോസിറ്റ് ഒന്നുമില്ല. ഈ പ്രധാനപ്പെട്ട നിധികളും മൂല്യങ്ങളും ഒക്കെ മണ്ണ് കുഴിച്ചിടുകയായിരുന്നു. ഒരു പെട്ടിക്കകത്തൊക്കെ കുഴിച്ചത്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച മുത്തിന് സദൃശം. അങ്ങനെ കുഴിച്ചിടും. അങ്ങനെ ഈ മനുഷ്യൻ തന്നത് അതുപോലെ കൊടുക്കുവാൻ, ദൈവത്തിന് യജമാനുകയിൽ തിരിച്ചു കൊടുക്കുവാനായി ഈ മനുഷ്യൻ കുഴിച്ചിട്ടതായിരുന്നു. അവൻ മോശമായ പണിയൊന്നുമില്ല കാണിച്ചു. പക്ഷേ യജമാനൻ കുഴിച്ചിട്ടാണല്ലോ കൊടുത്തത്. വ്യാപാരം ചെയ്യാനാണ്, തിരിച്ച് അതുപോലെ കൊടുക്കാനല്ല, ലാഭം കൊണ്ട് കൊടുക്കാനാണ്. അതുകൊണ്ട് യജമാനൻ വിളിച്ചത് നല്ലത്. ഈ രാത്രി ഓർക്കുക സഹോദരങ്ങളെ, സഹോദരിമാർ, ദൈവം നമുക്ക് തന്ന ആണ്. ഈ രാത്രി പ്രാഗൽഭ്യത്തോടെ ആ വിഷയത്തിലേക്ക് പറഞ്ഞു. ഞാനൊരു ദിവസം കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ദൈവശബ്ദം കേട്ടു. I need my son. I need you more than the money you are giving. ഞാൻ വീണ്ടും ശബ്ദം കേട്ടു. 3 പ്രാവശ്യം കേട്ടു. എനിക്ക് ഞാൻ കരങ്ങളിൽ ദൈവം കർത്താവെ അടിയില്ല, എന്റെ ജോലിയെല്ലാം ഞാൻ കളയാം, എന്റെ ഓഫീസെല്ലാം ഞാൻ ഗിവ് അപ്പ് ചെയ്യാം. യെസ് ലോർഡ്, I will come after you. I will fulfill your desire. എനിക്ക് ഒരാഗ്രഹമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ മുമ്പിൽ വെച്ച് എന്റെ കർത്താവ് എന്നെ വിളിച്ച് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്, സാം ജോർജി എന്റെ മോനെ വിശ്വസ്ത, ഞാൻ നിന്നെ അഭിനന്ദിക്കും. തട്ടിപ്പും വെട്ടിപ്പും ജാടിയും കാര്യസാധ്യവും കള്ളത്തരവും ഒക്കെ പറഞ്ഞ് അവിടെ ചെന്നാൽ ഇതൊന്നും കേൾക്കത്തില്ല. ശുദ്ധമുള്ള ഹൃദയം വേണം. നേതാവായാലും വിശ്വാസിയായാലും പാസ്റ്ററായാലും ദൈവം നോക്കുമ്പോൾ ദാവീദ് പറയുന്നു, ദൈവമേ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ച്, നാക്കേലെ സത്യമല്ല, വായയിലെ സത്യമല്ല, തൊണ്ടയിലെ അന്യഭാഷയല്ല ദൈവം നോക്കുന്നത്, അന്തർഭാഗത്തിലെ സത്യം ദൈവം നോക്കുന്നു. IPCയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല. ദൈവം നോക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? സ്ഥാനമല്ല ദൈവം നോക്കുന്നത്, പ്രവൃത്തി ദൈവം നോക്കുന്നു. ജാടയൊന്നുമല്ല ദൈവം നോക്കുന്നത്, താഴ്മ ദൈവം നോക്കുന്നു. മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് ദൈവം നോക്കുന്നത്. കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ് ദൈവം നോക്കുന്നത്. ഒരു പദവി തരുമ്പോൾ അതുകൊണ്ട് കാര്യസാധ്യവും വെട്ടിയും തട്ടിയും നടത്തി പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി ജനത്തെ വഞ്ചിക്കുന്നവരെയല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് ശുദ്ധിയുള്ള ഹൃദയമുള്ളവരെ, ആത്മാർത്ഥതയുള്ളവനെ, ദൈവരാജ്യത്തിലൂടെ പ്രവർത്തിക്കുന്നവനെയാണ് ദൈവം നോക്കുന്നത്. പ്രതിഫലങ്ങൾ വിഭാഗിക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്നെന്ന് നല്ലവനെ, വിശ്വസ്തനെ. ഈ രാത്രി പാസ്റ്റർ നമുക്ക് നല്ല മാർക്ക് തന്നില്ലെങ്കിലും, കൊച്ചു വിശ്വാസികൾ ഒന്നും തന്നില്ലെങ്കിലും, ഹൃദയം അറിഞ്ഞ ദൈവം നമ്മെ അംഗീകരിക്കുന്നു. ഈ രാത്രി ദൈവം നമ്മെ നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ രാത്രി ദൈവം നമ്മുടെ ഇടയിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ വരുന്നതെന്ന് കരുതുക. പരിശുദ്ധാത്മാവിന്റെ 2 കൈയുണ്ടെന്ന് കരുതുക. ഒരു കൈയിൽ അംഗീകരിച്ചു വിശ്വസ്തൻ എന്നുള്ള മുദ്രയും, ഒരു കൈ തിരസ്കരിച്ചു അവിശ്വസ്തൻ എന്ന മുദ്രയുമായി എന്റെ മുന്നിൽ വന്ന ഏത് മുദ്ര എന്റെ മേൽ കിട്ടും? രാത്രി ഒരു തീരുമാനം നമുക്ക് എടുക്കാം. കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന നിന്നെ വിശ്വസ്ത എന്നെണ്ണി എന്നുള്ള മുദ്ര കുത്തുമോ, അവിശ്വസ്ത എന്ന മുദ്ര കുത്തുമോ? കർത്താവ് സഹോദര നിന്റെ മുമ്പിൽ വന്ന് വിശ്വസ്ത എന്ന മുദ്ര കുത്തുമോ, അവിശ്വസ്ത എന്ന മുദ്ര കുത്തുമോ? അഭിനന്ദനത്തിന്റെ ആ ദിവസം വാക്കുകളെ ഞാൻ അവിടെ അവസാനിപ്പിക്കാം. സമയം ചുരുക്കമാണല്ലോ, വിശദമായ ഒരു വിഷയമാണ്. ചുരുക്കമായി പറഞ്ഞ വാക്കുകൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് അഭിനന്ദന ദിവസം. അന്ന് നമ്മെ അഭിനന്ദിക്കാൻ പോവുക. രാജമൊഴിയോടി രാജാതി രാജനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മെ ആലിംഗനം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് നമ്മെ ആലിംഗനം ചെയ്യുന്ന ദിവസമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതോ യോഗപ്പത്തി ഇതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണോ? ഈ രാത്രി നമുക്ക് പ്രത്യാശ ഉണരട്ടെ. ദൈവം നമ്മെ അംഗീകരിക്കുന്ന ഒരു ദിവസം, പൗലോസിനെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. പൗലോസ് തിമോത്തിയോസിനെ നോക്കി പറയുന്നു, തിമോത്തിയോസേ എന്റെ മകനെ, നിന്നെ ഞാൻ അഭിമാനം കൊള്ളുന്നു. വില്ലങ്കേറി എന്നവിടെ കാണും, ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ കാണും, ഭക്തന്മാരവിടെ കാണും. നമ്മുടെ കേരളത്തിൽ വിത്ത് വിതച്ച ഭക്തന്മാർ കാണും. അവരെ കർത്താവ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? യേശു മടങ്ങി വരുമ്പോൾ അത് ആലിംഗനത്തിന്റെ ഒരു ദിവസമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓർപ്പിച്ചത് ഒരു ദൈവവൈദ്യം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തെ അറിയാത്തവരെന്ന് പ്രതികാരത്തിന്റെ ദിവസമായി, കണ്ണുനീരിന്റെ ദിവസമായിരിക്കും, പല്ലുകടിയുടെ ദിവസമായിരിക്കും,
കരച്ചിന്റെ ദിവസമായിരിക്കും. അത് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സേവിക്കുന്നവന് അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കുമ്പോൾ മലാഖി പറയുന്ന ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് ചിലരൊക്കെ താളടിയാകും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നമ്മളെ വ്യത്യാസം അന്ന് കാണുവാൻ പോവുകയാണ്. ആ ഭാഗം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തട്ടെ. യേശു ക്രിസ്തു ആർക്കു വേണ്ടിയാണ് മടങ്ങി വരുന്നതെന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുന്ന നമ്പർ 1, കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ മടങ്ങി വരുന്നത്. എബ്രായ ലേഖനകാരൻ 9-28 വാക്കിൽ ഇങ്ങനെ പറയുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി, രക്ഷയ്ക്കായി, പാപം കൂടാതെ അവൻ പ്രത്യക്ഷത. യേശു വരുന്നത് കാത്തിരിക്കുന്നവരെ ചേർക്കും. കാത്തിരിപ്പുണ്ടോ? കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുന്നു. ഫിലിപ്പിയ ലേഖനം 3-20 വാക്യത്തിൽ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. തീത്തോസ് 2:12-13 വാക്യങ്ങൾ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1:17 പ്രത്യക്ഷത കാത്തിരിക്കുന്നു. 1:9 സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. പത്രോസ് ലേഖനം അവിടെ കണ്ടു, ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ എത്ര വിശുദ്ധ ഭക്തിയുള്ളവരുമായി കർത്താവിന്റെ വരവിനായി തിടുക്കത്തോടെ ഞങ്ങൾ കാത്തിരിക്കും. ഈ രാത്രിയിൽ യേശു വന്നാൽ പോകുമെന്നുള്ള പ്രതീക്ഷ. ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് മുതൽ എന്റെ കർത്താവ് രാവിലെ പ്രാർത്ഥിക്കും, ഇന്നാണോ വന്നു തരുന്നത്, ഞാൻ കൈവിടപ്പെട്ടു പോകുന്നത്, ഓടിയതോ അധ്വാനിച്ചും വെറുതെ ആകരുത്. കർത്താവെ, എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന കർത്താവെ, നിത്യതയിൽ ചെന്നെത്തിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ കർത്താവെ, എന്നെ ഒരുക്കണമേ കർത്താവെ. ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടോ? കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുന്നു. കാത്തിരിപ്പ് നമുക്കുണ്ടോ? ഈ രാത്രി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അടുത്തിരിക്കുന്നവരുടെ മുന്നും പുറമെ ഇടത്തും വലത്തുള്ളവരോട് ചോദിക്കുമല്ല, നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട്, നമ്മുടെ അന്തരാത്മാവിനോട് ചോദിക്കാം. യേശുവിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു ഇതാ മടങ്ങി വരുന്നു. രണ്ടാമത് യേശു വരുന്നത് ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കുവാൻ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ദൈവസ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ഉപമ, 10 കന്യകമാരുടെ ഉപമ അവിടെ കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, ഈ 10 കന്യകമാരിൽ 10 പേരും കന്യകമാരായി. 10 പേരും വിളിക്കപ്പെട്ട ഒരേ ദൗത്യത്തിന് വേണ്ടിയായി. 10 പേര് യജമാനൻ ഒരാളായിരുന്നു. 10 പേരും ഒരുങ്ങിയവരായിരുന്നു. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരും മണവാളനെ എതിരേൽപ്പാൻ പോയി. 10 പേരും മണവാളൻ താമസിച്ചപ്പോൾ മയക്കം പിടിച്ചു. 10 പേരും ഉറങ്ങി. 10 പേരും മണവാളൻ വരുന്നുള്ള ആർപ്പ് കേട്ടു. 10 പേരും ഉണർന്നു. 10 പേരും ദീപം കത്തിച്ചു. വ്യത്യാസം എവിടെ? നാം ഇങ്ങനെ 10-ാം ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിച്ചു, വാതിൽ അടച്ചു. ഒരുങ്ങിയിരുന്നവർ മണിയറയിൽ പ്രവേശിച്ചു. ആരായി ഒരുങ്ങി? ഒരു 10 പേരുണ്ടായിരുന്നു. വിളക്കിനോടുകൂടി എക്സ്ട്രാ ദീപം കരുതി. മണവാളൻ താമസിച്ചാലും വിളക്ക് കെടരുതെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടെ എക്സ്ട്രാ എണ്ണ കരുതി ഒരുങ്ങിയിരുന്നവർ. ഒരുങ്ങാത്തവർ ചന്തയിൽ പോയപ്പോൾ, എണ്ണ തപ്പി അന്നേരം ഓടിയപ്പോൾ, ഒരുങ്ങാതിരുന്നവർ പുറത്തായപ്പോൾ, ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ മണിയറയിൽ നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറഞ്ഞു, എല്ലാം ചെയ്തു. ചില ദിവസം നോക്കുമ്പോൾ നമ്മളിവിടെ കാണും, കൂടുള്ളവര് പോയി. കഴിഞ്ഞ ദിവസം പാസ്റ്റർ വിജയതമാച്ചാൻ ഞങ്ങളുടെ എടുത്തപ്പോൾ കൂടുന്നൊരാളെ പെട്ടെന്നില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, സമയം കർത്താവ് വന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ അതില്ല, വന്നാൽ ഞാൻ പോകുന്നു. അത് തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞാണെങ്കിൽ കൂടെ ഇതായിരിക്കും സംഭവം.
രണ്ടുപേര് ഉറങ്ങും, രണ്ടുപേര് വരി, രണ്ടുപേര് പൊടിക്കും. പൊടിക്കുന്ന പൊടിച്ചോണ്ടേയിരിക്കും. പോണ്ടിയും പോയിട്ട് പോവും. ഒരുങ്ങിയിരുന്നവൻ മണിയറിയും. വാതിൽ, തുറന്ന വാതിൽ ഒരുങ്ങിയവൻ വന്നപ്പം അടച്ച്. ഈ രാത്രി കർത്താവ് വന്നാൽ പോകാൻ ഒരുക്കം. യേശുരാത്രി ഈ രാത്രി വന്നാൽ നീ പോകുമോ? നമ്മെ ഓർപ്പിച്ച വാക്യം വീണ്ടും പറയും, എത്ര വിശുദ്ധിയും ഭക്തിയുള്ള ജീവിതം. ഒരുക്കം വിശുദ്ധിയെ കാണും, ഒരുക്കം ജീവിതത്തിന്റെ ക്രമീകരണത്തെ കാണും, ഒരുക്കം നല്ല നടപ്പിനെ കാണിക്കും, ഒരുക്കം ദൈവത്തോട് കൂടെയുള്ള നടപ്പിനെ കാണിക്കും. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തോട് കൂടെ ഒരുക്കമുണ്ട്. യേശു വരുന്നത് എല്ലാവരും ചേർക്കാനല്ല. യേശു വരുന്നത് കാത്തിരിക്കുന്നവരെ ചേർക്കുക. യേശു വരുന്നത് ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കുക. അടുത്തത് യേശു വരുന്നത് ഉണർന്നിരിക്കുന്നവരെ ചേർക്കുവാൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, കള്ളൻ ഏത് നാഴിക വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. കള്ളൻ വരുന്ന പോലെ യേശു വരുന്നു. യേശു തന്നെ പറഞ്ഞു, കള്ളൻ വരുന്ന പോലെയാണ് വരുന്നത്. കള്ളൻ ഏത് യാമത്തിൽ, ഏത് വാച്ചിൽ, ഏത് ടൈമിൽ വരുമെന്ന് അറിഞ്ഞാൽ വീട്ടുകാരൻ ഉണർന്നിരിക്കും. ഞാനിപ്പോഴേ കേരളത്തിൽ തനിയാണ്, എൻ്റെ വൈഫ് ഇവിടെ ഇല്ല. എനിക്കും പേടിയുണ്ട്, പട്ടിയുണ്ട്. രാത്രി ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഞാൻ AC ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും. ആരാണ് കള്ളനാന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇട്ട് ഇങ്ങനെ മൂളിപ്പാട്ട് പാടി അല്ലെങ്കിൽ ചുമ്മാ അത് കഥക്കെ നാന്നിക്കുന്ന അടയ്ക്കും. ആളെന്തേന്ന് കള്ളനെ അറിയിക്കും. ഇവനെ പോകും. കള്ളൻ അങ്ങനില്ല, കള്ളം പറയത്തില്ല. ഞാൻ കള്ളനാന്നേ, താൻ ജോർജി സാധനമൊക്കെ എടുത്ത് വെടിവെക്ക്, നിന്നെ ഞാൻ കൊല്ലത്തില്ല, വെടിവെക്ക്, ഞാൻ കള്ളനായെന്നൊന്നും പറയത്തില്ല. കള്ളം വരുന്നത് നല്ല കൂർക്കം വരി കെട്ടുകൊണ്ടായിരിക്കും വരുന്നത്. അറിയാത്തൊരു ഈ സാധനം അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നമ്മൾ രാവിലെ ഉണരുമ്പോൾ കള്ളമെല്ലാം കൊണ്ടുപോയി അറിയുന്നു. കർത്താവിൻ്റെ വരും ഇതുപോലെ. ഈ രാത്രി നമുക്കൊന്ന് ഉണരാം. യേശു വരാറായി, യേശു വരാറായി, യേശുവിൻ്റെ വരമെടുത്തു. ഈ രാത്രി ഒരുങ്ങുവാൻ തയ്യാറുണ്ടോ? ഉണർന്നിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരും. കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു രാത്രി വരുന്നു. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുന്നു. ഉണർന്നിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുന്നു. അവസാനമായി യേശു വരുന്നത് 50-ാം സങ്കീർത്തനം 5-ാം വാക്യം നാം വായിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടും. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ പോകണമോ? വിശുദ്ധ ജീവിതം ആവശ്യം. അശുദ്ധ ജീവിതമല്ല, വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരും. നീ ഒരു അന്യഭാഷ പറഞ്ഞ സഭയുടെ തമ്പാറ് പൊട്ടിച്ചില്ലെങ്കിലും ജീവിതം വിശുദ്ധമാണോ? ബാഹ്യ പ്രകടനം കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഭാര്യയും ഭർത്താവിനെയും കബളിപ്പിക്കാം. ഹൃദയം അറിയുന്ന ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ രാത്രി ഓർക്കുക, സ്നേഹിത, സഹോദര, സഹോദരി, ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധമായ ജീവിതമുണ്ടോ? വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് യേശു. മാറാനാഥ എന്ന് പറയുവാൻ ഈ രാത്രി വിശുദ്ധ ജീവിതത്തിൽ ഉടമയാണോ? വാക്കുകൾ, നോട്ടങ്ങൾ, പ്രവൃത്തികൾ, ആഹാരങ്ങൾ, മൂവികൾ, വർത്തമാനങ്ങൾ, ഇതൊക്കെ ദൈവത്തിന് വിശുദ്ധമാണോ? ദൈവം പ്രസാദിക്കുമോ? സ്വർഗത്തിൽ സ്ഥലമില്ലെങ്കിലും ഒത്തിരി കാലി കടന്നാലും ക്ഷുദ്രക്കാർ, നായ്ക്കൾ, അറുക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ, ഈ രാത്രി ഓർക്കുക, അവിടെ കേൾക്കുക. ദൈവത്തിന്റെ വാക്കുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു വന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർക്കുവാൻ, വിശുദ്ധിയിൽ പോകുന്നവരെ ചേർക്കുവാൻ വിശുദ്ധനായ ദൈവം മടങ്ങി വരുന്നു. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക. കർത്താവ് വരുന്നത് കാത്തിരിക്കുന്നവരെ ചേർക്കും. കർത്താവ് വരുന്നത് ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കും. കർത്താവ് വരുന്നത് ഉണർന്നിരിക്കുന്നവരെ ചേർക്കുവാൻ.
കർത്താവ് വരുന്നത് വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാനോട് കാന്തനായ യേശു പറയും, കർത്താവ് പറയും, ഇത് സാക്ഷീകരിക്കുന്നവൻ ഇതാ ഞാൻ വേഗം വരും. ഗൾഫുള്ള ഭർത്താക്കന്മാരായ സഹോദരന്മാർ, ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം പോലെ നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെക്കാൾ അധികമായി മറ്റൊരു പുരുഷനെയോ മറ്റൊരു കാര്യത്തെയോ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആ ഭാര്യയെ സ്വീകരിക്കുമോ? അനേക വർഷങ്ങൾ കഴിഞ്ഞ് സ്നേഹനിധിയായ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഭാര്യ നിങ്ങളെ സ്നേഹിക്കാതെ അവിഹിത ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഭാര്യയെ സ്വീകരിക്കും. യേശു വരുന്നത് കാന്തയെ ചേർക്കുക, വെടിപ്പുള്ള നിർമ്മലമായ വിശുദ്ധമായ കാന്തയെ ചേർക്കുക. ബന്ധം എങ്ങനെയുണ്ട്? മണവാളനായി ക്രിസ്തുവിനോട് ഈ രാത്രി ബന്ധം. വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? മണവാളനായ ക്രിസ്തുവിനോട് നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? യേശു വരുമ്പോൾ ഞാൻ മുമ്പേ ഓർമ്മിച്ച പോലെ സ്വർഗത്തിൽ കാലി സീറ്റുകളാകും. ഒരുങ്ങാത്തവനെ, കാത്തിരിക്കാത്തവനെ, ഉണർന്നിരിക്കാത്തവനെ, വിശുദ്ധ ജീവിതമില്ലാത്തവനെ, ട്രാൻസ്പോർട്ട് വണ്ടിയെ സൂപ്പർ ഫാസ്റ്റ് ആയാലും ആളില്ലെങ്കിൽ ചില സ്റ്റോപ്പിൽ നിർത്തി കൊണ്ടുപോകും. ഇപ്പണി അവിടെ ഒക്കത്തില്ല. കാലി അടിച്ചു പോയാൽ ഒരുത്തനോട് പോകും. വിശുദ്ധ ജീവിതമുള്ളവൻ അവിടെ പോകും. ചെപ്പടി വേല കൊണ്ടുന്നോടൊപ്പത്ത് സഭാ രജിസ്ട്രി പേര് വരും. കൈമൂച്ചുകൊണ്ടും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടും പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കാം. IPC ആയാലും ചർച്ചകോടായാലും അസംബ്ലീസകോടായാലും ശാരോടായാലും നമ്മുടെ സ്വാധീനം കൊണ്ട് സഭയുടെ മുകളിൽ വരാം. എന്നാൽ കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ നമ്മുടെ മിടുക്കൊന്നും നടക്കില്ല. ദൈവം വെച്ച മാനദണ്ഡം അനുസരിച്ചെങ്കിൽ മാത്രമേ യേശു വരുമ്പോൾ പോകുകയുള്ളൂ. ഈ രാത്രി എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ സ്നേഹിത. യേശു ഈ രാത്രി വന്ന ഒരുക്കപ്പെട്ട കാന്തയാണോ നീ? വെടിപ്പുള്ള കാന്തയാണോ നീ? ഗൾഫിൽ നിന്ന് ഭാര്യയുടെ സ്നേഹം പറ്റുവാൻ ഭർത്താവ് പോകുമ്പോ ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയായി മറ്റു പുരുഷനുമായി ബന്ധപ്പെടുന്ന സ്ത്രീയെ പോലെ സ്ഥാനങ്ങൾ, മാനങ്ങൾ, പണം, പ്രതാപം, ജീവിതത്തിന്റെ സമൃദ്ധി, മൂവികൾ, വേണ്ടാത്ത ആഹാര പദാർത്ഥങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതുകൊണ്ട് യേശുവുമായി ബന്ധം മാറിപ്പോയോ? മടങ്ങി വരൂ സ്നേഹിതായി രാത്രി. യേശു നിന്നെ വിളിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി മടങ്ങി വരൂ. ഒരുക്കമുള്ളവരായി മടങ്ങി വരൂ. യേശുവിന്റെ വരവെങ്കിൽ പോകുമോ? കാത്തിരിക്കുന്നവരായി, ഉണർന്നിരിക്കുന്നവരായി, വിശുദ്ധ ജീവിതമുള്ളവരായി, ആഘോഷത്തിന്റെ ദിവസത്തിൽ, കൂടിക്കാഴ്ചയുടെ ദിവസത്തിൽ, പ്രതിഫലം ലഭിക്കുന്ന ദിവസത്തിൽ, പുതുക്കത്തിന്റെ ദിവസത്തിൽ, അഭിനന്ദനത്തിന്റെ ദിവസത്തിൽ, യേശു നിന്നെ ആലിംഗനം ചെയ്യുന്ന ആ ദിവസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ആരും എല്ലാ കണ്ണുകളും അടയില്ല. ഒരൊറ്റ വ്യക്തി ആശീർവാദം പറയാതെ മീറ്റിംഗ് കഴിയാതെ പോകുന്നത്. പൈശാചിക ശക്തികൾ നിങ്ങളെ പ്രേരിപ്പിച്ച് പുറത്തു കൊണ്ടുപോകുവാൻ, വിശുദ്ധിക്ക് വില കൊടുക്കാൻ, പുറത്തു കൊണ്ടുപോകാൻ ഈ രാത്രി പ്രേരിപ്പിക്കുന്നെങ്കിൽ അതിനെ അതിജീവിക്കുക. ആശീർവാദം പറയാതെ ആരും ഈ രാത്രി പോകരുത്. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവദാസന്റെ ആത്മീയ അധികാരത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യട്ടെ. കർത്താവ് ഈ രാത്രി വന്നാൽ നീ പോകുമോ സ്നേഹിത? സഹോദരി, നീ എടുക്കപ്പെടുമോ? ജീവിതം വിശുദ്ധമോ? ജീവിതം ഒരുക്കമുള്ളതോ? ജീവിതം ഉണർന്നിരിക്കുന്നതോ? കാത്തിരിക്കുന്ന ജീവിതമാണോ ഉള്ളത്? ഇല്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എന്നെ കരുതണമേ. ഓ കരുതി കർത്താവേ, അവിടുത്തെ രക്തദാനം കഴിയും. രാത്രിയുടെ ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ ഞാൻ കൈവിടപ്പെടരുത്. എന്നെ സമർപ്പിക്കുന്നത് എല്ലാ ഹൃദയം ദൈവത്തിലേക്ക്
എല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിക്കാം. എന്നെ കഴുകി കർത്താവേ, പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി കർത്താവേ, അവിടുത്തെ വചനത്താൽ എന്നെ കഴുകി കർത്താവേ, അവിടുത്തെ ആത്മാവിനെ എന്നെ കഴുകി കർത്താവേ, ഈ രാത്രി എന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിക്കാം. പ്രസംഗിക്കുന്ന എന്റെ പ്രാർത്ഥന, യേശുവേ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ കർത്താവേ, അവിടുത്തെ വചനത്താൽ എന്നെ കഴുകണമേ കർത്താവേ. ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന വിശുദ്ധ ജീവിതമുള്ളവരായി ദൈവദാസ ദൈവം തന്നെ നോക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ശുശ്രൂഷ വന്ന അപാകതകളെ ദൈവത്തോട് ഏറ്റു പറയാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഈ രാത്രി നമുക്ക് ഏറ്റു പറയാം. ഒഴിഞ്ഞ